സൗഭദ്ര ആയുർവേദ ആശുപത്രിയുടെ ഗൃഹവൈദ്യ അറിവുകളിലേക്ക് പ്രിയപ്പെട്ട മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പ്രധാനമായും ഒരു പഴത്തെക്കുറിച്ചാണ് പറയുക. ശ്രദ്ധയോടെ കേൾക്കണം. ആ പഴം ഏതെന്ന് ഞാൻ അവസാനം പറയും. അപ്പോൾ നിങ്ങളതൊന്ന് കേൾക്കണം കേട്ടോ. ഈ പഴത്തിൽ വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ കെ, വൈറ്റമിൻ B6 എല്ലാം അടങ്ങിയിരിക്കുന്നു. മാത്രവുമല്ല 9 വിധത്തിലുള്ള രോഗത്തെ കുറയ്ക്കാനായിട്ട് ഇതിന് കഴിയും. സ്ത്രീകളിലെ അമിതമായ ശരീര ചൂട്, അതേപോലെ തന്നെ അമിത വണ്ണത്തെ കുറയ്ക്കാനായിട്ട്, ആർത്തവ ബുദ്ധിമുട്ടുകൾക്ക്, പുരുഷ ലൈംഗിക ശേഷിക്കുറവിന്, തിമിരത്തിന്, ശ്വാസകോശ രോഗങ്ങൾക്ക്, പ്രഷർ മിനിമത്തിൽ നിർത്താനായിട്ട് സഹായിക്കും. ഉണങ്ങിയ അത്തിപ്പഴം ദിവസവും കഴിച്ചാൽ, അപ്പോൾ അത്തിപ്പഴത്തിന് ഇത്രയും സവിശേഷതകളുണ്ട്. 9 വിധത്തിലുള്ള രോഗത്തെ നമുക്ക് കുറയ്ക്കാൻ സഹായിക്കും. പ്രത്യേകിച്ച് തിമിരം കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്നവർ ധാരാളമുണ്ട്. അവർക്കൊക്കെ വളരെ ഫലപ്രദമാണ്. അപ്പോൾ അതൊന്ന് പരീക്ഷിക്കാൻ നിങ്ങൾ മടിക്കരുത്. അത്തിമരം വച്ചുപിടിപ്പിക്കണം. അത്തിപ്പഴത്തെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. അത് നിങ്ങൾ കഴിക്കുകയും ചെയ്യണം. നമ്മൾ കൊള്ളില്ല എന്ന് മാറ്റി വെക്കുന്ന സാധനങ്ങൾക്കൊക്കെ വളരെ ഫലപ്രദമാണ്. അത് പരീക്ഷിക്കാൻ മറക്കരുത്. കഴിഞ്ഞ ദിവസത്തെ ചോദ്യം വാതനീരുകളെ കുറയ്ക്കുവാനായിട്ട് ഉള്ള ഔഷധച്ചെടിയാണ് വയൽച്ചുള്ളി. വെന്ത വെള്ളം കുടിക്കുമ്പോൾ വയൽച്ചുള്ളിയും ഞെരിഞ്ഞിലും ഇടാം. വയൽച്ചുള്ളിയും ശരിയാണ്, ഞെരിഞ്ഞിൽ ശരിയാണ്, വയൽച്ചുള്ളി ഞെരിഞ്ഞിലും ശരിയാണ്. ഇത് ആണ് വാതവേദനകളെ കുറയ്ക്കാനുള്ള, വാതനീരുകളെ കുറയ്ക്കാനായിട്ടുള്ള ഒരു ഔഷധ ചെടി. നീരിനെ വാർന്നു കളയും, മൂത്രം നന്നായി പോകും. ഇന്നത്തെ ചോദ്യം സോഡിയവും പൊട്ടാസ്യവും ഒരുമിച്ച് കിട്ടുന്ന ഒരു ഔഷധച്ചെടിയുണ്ട്. ഏതായിരിക്കും അത്? ഉത്തരം തരണം. ഓൺലൈൻ ക്ലാസ് ഏപ്രിൽ മുതൽ ആരംഭിക്കുന്നു. നിങ്ങൾക്കും പങ്കുചേരാം. നന്ദി, നമസ്കാരം.